വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ ബാച്ചലർ ഡിഗ്രി അഡ്മിഷൻ സ്റ്റുഡന്റ് കൊലീഗ് പ്രോസസ് വഴി എങ്ങനെ നേടാം എന്നുള്ളതാണ്. എന്താണ് സ്റ്റുഡന്റ് കൊലീഗ് എന്നതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. ആ വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ കാർട്ടിൽ പിൻ ചെയ്തേക്കാം. ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ മാത്രമേ ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. വിത്ത് സ്റ്റുഡന്റ് കൊലീഗ് പ്രോസസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, പലതരത്തിലുള്ള സ്റ്റുഡന്റ് കൊലീഗിനെ പറ്റി. നമ്പർ 2, പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് സ്റ്റുഡന്റ് കൊലീഗിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ച്. നമ്പർ 3, എൻട്രൻസ് എക്സാമിനെ കുറിച്ച്. നമ്പർ 4, ആപ്ലിക്കേഷൻ പ്രോസസ്. നമ്പർ 5, ഫൈനൽ എക്സാം. സ്റ്റുഡന്റ് കൊലീഗിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഡാഡ് എന്ന വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്നത് നല്ലതാണ്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 2 ടൈപ്പ് ഓഫ് സ്റ്റുഡന്റ് കൊലീഗ്സ് ഉണ്ട്. നമ്പർ 1, സ്റ്റുഡന്റ് കൊലീഗ്സ് ഫോർ ക്ലാസിക് യൂണിവേഴ്സിറ്റി. നമ്പർ 2, സ്റ്റുഡന്റ് കൊലീഗ്സ് ഫോർ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ആൻഡ് ജർമ്മൻ നെയിം ഫാക്കോക്സ്ഷൂളൻ എന്നാണ്. 1 ഇയർ സ്റ്റുഡന്റ് കൊലീഗ് കോഴ്സ് ക്ലാസിക് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ക്ലാസിക് യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ നമുക്ക് ബാച്ചിലേഴ്സിന് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ബാച്ചിലേഴ്സ് ഇൻ ആർട്സ്, ബാച്ചിലേഴ്സ് ഇൻ ഹിസ്റ്ററി അതുപോലുള്ള സബ്ജക്റ്റിലായിരിക്കും അഡ്മിഷൻ കിട്ടുക. എന്ന് വെച്ചാൽ തിയറി ബേസ്ഡ് സബ്ജക്റ്റിലായിരിക്കും അഡ്മിഷൻ കിട്ടുന്നത്. 1 ഇയർ സ്റ്റുഡന്റ് കൊലീഗ് കോഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസിലാണ് ചെയ്യുന്നതെങ്കിൽ ബാച്ചിലേഴ്സിനും യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിലായിരിക്കും അഡ്മിഷൻ കിട്ടുക. ഫോർ എക്സാമ്പിൾ, ബാച്ചിലേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ബാച്ചിലേഴ്സ് ഇൻ ഇലക്ട്രോണിക്സ്, അതായത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ബേസ്ഡ് സബ്ജക്ട്സിലായിരിക്കും അഡ്മിഷൻ കിട്ടുക. അതായത് പല സബ്ജക്റ്റുകൾക്ക് പല ലേണിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മെഡിക്കൽ ഫീൽഡുകാർക്ക് അവരുടേതായ സ്റ്റുഡന്റ് കൊലീഗ് വേണം ചെയ്യാൻ. ഇനി പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് സ്റ്റുഡന്റ് കൊലീഗിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. പബ്ലിക് സ്റ്റുഡന്റ് കൊലീഗിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. നമ്പർ 1, ട്യൂഷൻ ഫീസ് ഇല്ല. നമ്പർ 2, കോൺട്രിബ്യൂഷൻ ഫീസ് ആയിട്ട് പെർ സെമസ്റ്റർ 100 to 400 euro മാത്രം അടച്ചാൽ മതി. ഇനി പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്പർ 2, എൻട്രൻസ് എക്സാം മാൻഡറ്ററി ആണ്. ഇനി പ്രൈവറ്റ് സ്റ്റുഡന്റ് കൊലീഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഒരുപാട് സീറ്റ്സ് അവൈലബിൾ ആണ്. നമ്പർ 2, പല യൂണിവേഴ്സിറ്റിയിലും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സ്റ്റുഡന്റ് കൊലീഗ് കോഴ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻട്രൻസ് എക്സാം മാൻഡറ്ററി അല്ല. പ്രൈവറ്റ് സ്റ്റുഡന്റ് കൊലീഗിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ചാൽ അതിന്റെ ടോട്ടൽ ഫീസ് 4,000 തൊട്ട് 28,000 euro വരെ വരും. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇനി സ്റ്റുഡന്റ് കൊലീഗിന്റെ ആപ്ലിക്കേഷൻ പ്രോസസിന്റെ സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. നമ്പർ 1, ആദ്യം നമ്മൾ യൂണി അസിസ്റ്റ് എന്ന് പറയുന്ന സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലേക്ക് പോവുക. നമ്പർ 2, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് നമ്മുടെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് റിക്കഗ്നൈസ്ഡ് ആണോ നോക്കുക. നമ്പർ 3, സ്റ്റുഡന്റ് കൊലീഗിനെ കുറിച്ച് റിസർച്ച് നടത്തുക. അതായത് പലതരത്തിലുള്ള സ്റ്റുഡന്റ് കൊലീഗ്സ് ഉണ്ട്. അതിന്റെ അഡ്മിഷൻ റിക്വയർമെന്റ്സും അതിന്റെ അപ്ലിക്കേഷൻ പ്രോസസ്സും എന്താണെന്ന് അന്വേഷിക്കുക. നമ്പർ 4, അപ്ലിക്കേഷൻ പ്രോസസ്. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡന്റ് കൊലീഗിന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി വഴിയോ യൂണി അസിസ്റ്റ് വെബ്സൈറ്റ് വഴിയോ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുക. നമ്പർ 5, വിസ ആപ്ലിക്കേഷൻ. സ്റ്റുഡന്റ് കൊലീഗിന്റെ അഡ്മിഷൻ കിട്ടിയ ഉടനെ തന്നെ സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റുമായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ. നമ്പർ 6, എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അതായത് ജർമ്മൻ ലാംഗ്വേജ്, മാത്സ്, പിന്നെ നമ്മൾ സ്റ്റുഡന്റ് കൊലീഗിന് ഏതാണോ സബ്ജക്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുക. നമ്പർ 7, എൻട്രൻസ് എക്സാം എഴുതുക. ചില സ്റ്റുഡന്റ് കൊലീഗിന്റെ എൻട്രൻസ് എക്സാം നമുക്ക് നാട്ടിൽ തന്നെ എഴുതാം. ചിലത് ജർമ്മനിയിൽ വന്നാലേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് എൻട്രൻസ് എക്സാമിനെ കുറിച്ച് നോക്കാം. എൻട്രൻസ് എക്സാമിന് ജർമ്മൻ ലാംഗ്വേജിൽ ഔഫ്നാമെ പ്രൂഫിംഗ് എന്നാണ് പറയുന്നത്. ജർമ്മൻ ലാംഗ്വേജിന്റെ പ്രൊഫഷൻസി, മാത്തമാറ്റിക്സ് സ്കിൽസ്, പിന്നെ നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ സ്റ്റുഡന്റ് കൊലീഗിന് എടുക്കുന്നത് ആ സബ്ജക്റ്റിന്റെ ബേസിക് സ്കിൽസും എൻട്രൻസ് എക്സാമിന് ചെക്ക് ചെയ്യും. അടുത്തത്, സ്റ്റുഡന്റ് കൊലീഗിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് നോക്കാം. നമ്പർ 1, +2 സർട്ടിഫിക്കറ്റും അതിന്റെ സർട്ടിഫൈഡ് കോപ്പീസും വേണം. നമ്പർ 2, സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റിന്റെ ജർമ്മൻ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റഡ് കോപ്പി വേണം. നമ്പർ 3, ഗുവാഹത്തി അല്ലെങ്കിൽ ടെസ്റ്റ് ഓഫ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജർമ്മൻ ലെവൽ B2 വേണം. ചില യൂണിവേഴ്സിറ്റിയിൽ B1 ലെവൽ മാത്രം വെച്ചിട്ടാണ് അഡ്മിഷൻ കിട്ടും. ആദ്യമേ നമുക്ക് 3 മാസത്തെ വിസ ആയിരിക്കും കിട്ടുന്നത്. എൻട്രൻസ് എക്സാം എഴുതി അത് പാസ്സായ ശേഷം വിസ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. വിന്റർ സെമസ്റ്ററിലാണ് നിങ്ങൾ സ്റ്റുഡന്റ് കൊലീഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മെയ് മിഡോട് കൂടി അപ്ലൈ ചെയ്യുക. സമ്മർ സെമസ്റ്ററിലാണ് നിങ്ങൾ സ്റ്റുഡന്റ് കൊലീഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒക്ടോബർ മിഡോട് കൂടി അപ്ലൈ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 3 അതിൽ കൂടുതലോ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻസ് അയക്കുക.
അവസാനമായിട്ട് നമുക്ക് ഇതിന്റെ ഫൈനൽ എക്സാം എന്താണെന്ന് നോക്കാം. ജർമ്മൻ ലാംഗ്വേജിൽ ഫൈനൽ എക്സാമിന് ഫസ്റ്റ് എലംസ് പ്രൂഫിംഗ് എന്നാണ് പറയുന്നത്. 1 ഇയർ സ്റ്റുഡന്റ് കൊലീഗ് കോഴ്സ് കഴിഞ്ഞിട്ട് ഈ ഫൈനൽ എക്സാം പാസ്സായാൽ മാത്രമേ നമുക്ക് ജർമ്മനിയിൽ ബാച്ചിലർ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഈ എക്സാമിൽ ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ചും നമ്മൾ എടുത്ത സ്പെഷ്യലിസ്റ്റ് ടോപ്പിക്കിനെ കുറിച്ചും ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്.